ഹംപിയിലെ യാത്രകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഗോകർണത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഞങ്ങൾ വന്ന് ഫ്രഷ് ചെയ്യാനൊക്കെ ആയിട്ട് എല്ലാവരും കയറിയിരിക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഗോകർണത്ത് പോയി അവിടുത്തെ വിശേഷങ്ങളെല്ലാം കാണാൻ വേണ്ടി. അപ്പോൾ രാവിലെ വന്നപ്പോൾ തന്നെ കിട്ടിയ വലിയൊരു സന്തോഷം എന്ന് വെച്ചാൽ ഈ സൂര്യരംഗത ഉദിച്ചു വന്നിരിക്കുന്നു. അപ്പം ഇനി എല്ലാവരും ഫ്രഷ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം പോകെ കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ ഞങ്ങൾ നിന്ന് കോട്ടേജിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗം എന്ന് പറയുന്നത്. ഒരു വീട് പോലെയാണ്. അവിടെ നോക്കുമ്പം നിറയെ പച്ചപ്പ്. അങ്ങനെ എല്ലാവരും ഫ്രഷായി ഒരു 8:30 എല്ലാവരും ഇറങ്ങി കേട്ടോ. ഇനി നേരെ ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി ഫോർട്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെ പോകുന്നവർക്ക് ഇതൊരു ചെറിയ വീട് ആൻഡ് കോട്ടേജ് അങ്ങനെയാണ് കേട്ടോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇറങ്ങി താഴെ വന്നപ്പോൾ ഇവിടെ നിറയെ പട്ടിക്കുഞ്ഞുങ്ങൾ, അതുപോലെ തന്നെ പൂച്ച, അങ്ങനെ എല്ലാം തന്നെ ഇവിടെ ഉണ്ട്. വിളിച്ച് റെഡി ആയിട്ട് താഴേക്ക് ഇറങ്ങി കേട്ടോ. പക്ഷെ ബോയ്സ് മാത്രം വന്നിട്ടില്ല. സാധാരണ ഗേൾസിനാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുക അല്ലേ? ഒപ്പീനിയൻ പറയൂ. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ. ഞങ്ങളൊക്കെ നേരത്തെ ഒരുങ്ങി റെഡിയായി താഴെ വന്ന് നിൽക്കുകയാണ്. കൂടെയുള്ള സാറിനെയും കാണുന്നില്ല, ബോയ്സിനെയും കാണുന്നില്ല. ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിട്ട് ഇനി ഇവിടെ ഇങ്ങനെ നിൽക്കുവാണ്. എന്തിനാ? അപ്പം നമ്മളിനി ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഭക്ഷണം എടുക്കേണ്ടത്. അപ്പോൾ രാവിലെ ഇന്ന് പൂരിയായിരുന്നു. അപ്പോൾ ഇതെല്ലാവരും ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അതെല്ലാം കഴിച്ചതിന് ശേഷം നമ്മളിനി ഫോർട്ടിലേക്ക് പോവാണ്. മിർജാൻ ഫോർട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് എത്താനായിട്ട് അധിക ദൂരം ഇല്ലെങ്കിലും ചെറിയ വഴികളാണ് ഉള്ളത്. അപ്പം എന്താ പറയുക, ചെറിയ ഗ്രാമ വഴികളൊക്കെ കണ്ടിട്ടില്ലേ, വലിയ വികസനമൊന്നും എത്താത്ത അതുപോലെയുള്ള വഴികളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും റെഡിയായി എല്ലാവരും ഭയങ്കര ഉത്സാഹവതികളെ പോലെ ഇരിക്കുന്നു എന്നൊന്നും പറയുന്നില്ല. ചില ആൾക്കാർ ഉറങ്ങുകയാണ്. 2 ദിവസത്തെ ഉറക്കം എല്ലാവർക്കും ബാക്കിയുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ പകുതി മുക്കാൽ പേരും നല്ല ക്ഷീണത്തിലാണ്. അപ്പം നമ്മൾ പോകുന്നത് മിർജാൻ ഫോർട്ടിലേക്കാണെന്നും അതിനെ മേരി ജാൻ ഫോർട്ട് എന്ന് പറയാറുണ്ടെന്നും എല്ലാം ഞാനിങ്ങനെ ഇവർക്കിങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം യാതൊന്നും അറിയാതെ ഒരു കോട്ട കാണാൻ പോയിട്ട് എന്താണ് കാര്യമുള്ളത് എന്നോർത്തിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമായിരുന്നു കേട്ടോ. അതിനുശേഷം ഇവരോട് ഞാനിങ്ങനെ എന്താണ് മിർജാൻ ഫോർട്ടിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ എന്താണ് മേരി ജാൻ ഫോർട്ടിൻ്റെ അർത്ഥം എന്നൊക്കെ ഞാൻ ഇവരോട് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. ഒരു ടോക്കറ്റീവ് ആയിക്കോട്ടെ എന്നോർത്തിട്ടാണ് ഞാനിങ്ങനെ ഇവരോട് സംസാരിച്ചുകൊണ്ടിരുന്നത്. അമൽ സാർ പശുവിനെ കറങ്ങുന്ന സൗണ്ട് ഉണ്ടാക്കും കൊടുക്കും. അമൽ സാർ ഇന്നലെ പാടാൻ പറ്റിച്ചു, ഇന്ന് പാടിയിരിക്കും. സോറ നമ്മൾ ഫോർട്ടിലേക്ക് എത്തിയ സമയത്ത് ഇവിടെ ഇങ്ങനെ കരിക്ക് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമൽ സാർ ഇങ്ങനെ എല്ലാവർക്കും ഇല്ല 2 കരിക്ക് ഇങ്ങനെ മേടിച്ചു. അപ്പോൾ സാറിങ്ങനെ അവിടെ നിൽക്കുവാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് ഫോർട്ടിലേക്ക് പോകണം. ഈ കാണുന്നതാണ് ഫോർട്ട്. അപ്പോൾ നമ്മളങ്ങനെ 1 മണിക്കൂർ ട്രാവൽ ചെയ്ത് ഫോർട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് ഉള്ളിൽ പോകാൻ. ഉള്ളിൽ പോയി കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയും അങ്ങനെ കയറിയിരിക്കാനോ അല്ലെങ്കിൽ അങ്ങനെ എന്താ പറയുക പിടിച്ചു നിൽക്കുക അങ്ങനെയൊന്നും പാടില്ല. അപ്പോൾ അതിനൊന്നും അവർ സമ്മതിക്കില്ല. കാരണം ഒത്തിരി പുരാതനമായതുകൊണ്ടാണ് അതിനൊന്നും അവർ സമ്മതിക്കാത്തത്. ഞങ്ങൾ ഫോർട്ടിലെത്തിയപ്പോൾ തന്നെ ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര വെയിലായിരുന്നു. അതുകൊണ്ട് തന്നെ അധിക ദൂരം നടക്കാനൊന്നും ആർക്കും അങ്ങനെ സാധിച്ചിട്ടില്ല. എല്ലാവരും കുറച്ച് നേരം ഇരിക്കുക, അതിനുശേഷം നടന്ന സ്ഥലങ്ങൾ കാണുക എന്നതല്ലാണ്ട് ഒത്തിരി ദൂരം നടന്ന സ്ഥലങ്ങൾ കാണാനായിട്ട് ആർക്കും പറ്റിയില്ല. ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ്, നമുക്ക് താങ്ങാൻ പറ്റില്ല. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് തന്നെ കുറച്ച് ദൂരം നടക്കുക, പിന്നെ ഇരിക്കുക, അതിന് ശേഷം പിന്നെ നടന്നു പോയിട്ട് കാണുക, അങ്ങനെയാണ് കേട്ടോ എല്ലാവരും ചെയ്തത്. അപ്പം വളരെ വിശാലമായിട്ട് ഇങ്ങനെ നീണ്ട് കിടക്കുകയാണ് ഈ മിർജാൻ ഫോർട്ട്. മിർജാൻ ഫോർട്ടിനെ കുറിച്ച് പല അഭിപ്രായങ്ങളാണ് നിലനിൽക്കുന്നത്. അതായത് ചെന്നൈ ഭൈരവിയാണ് മിർജാൻ ഫോർട്ട് നിർമ്മിച്ചത്, ഇബ്നു ബത്തൂതയുടെ കാലഘട്ടത്തിലാണ് മിർജാൻ ഫോർട്ട് ഉണ്ടായിട്ടുള്ളത് എന്നൊക്കെ പറയപ്പെടുന്നുണ്ട്. അപ്പോൾ വെടിക്കോപ്പുകൾ, അതുപോലെ തന്നെ കുരുമുളകൊക്കെ സൂക്ഷിച്ചു വയ്ക്കുന്നതിനും അത് ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നതിനൊക്കെ ഈ ഒരു സ്ഥലങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്.
അപ്പം വളരെ പുരാതനമായ ഒരുപാട് ഐതിഹ്യങ്ങൾ നിറഞ്ഞിട്ടുള്ള വാസ്തുവിദ്യകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ ഒരു ദിവസത്തെ മുഴുവൻ കാര്യങ്ങളും അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം വീഡിയോയുടെ ലെങ്ത്ത് കൂടിപ്പോവും. അതുകൊണ്ട് തന്നെ അടുത്തൊരു പാർട്ടായിട്ട് നമ്മൾ ബീച്ചിൽ പോകുന്ന വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഇതിൻ്റെ ഒരു പാർട്ടായിട്ട് അടുത്ത വീഡിയോ പെട്ടെന്ന് തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.